ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വളരെ സിമ്പിളായിട്ട് നല്ല ട്രെൻഡിങ് ആയിട്ടൊരു നെക്ക് ഡിസൈൻ എങ്ങനെയാണ് ചെയ്യണതെന്നാണ് കേട്ടോ കാണിക്കണേ. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ പ്ലെയിൻ ആയിട്ടൊരു മെറ്റീരിയലൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലത്തെ പ്രിൻറ്റഡ് മെറ്റീരിയൽ വെച്ചിട്ട് നെക്കൊക്കെ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ കൂടുതൽ ബ്യൂട്ടിഫുൾ ആയിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇത് ചെയ്തെടുക്കാനായിട്ട് ഞാൻ ഇതുപോലെ ഒരു പ്രിൻറ്റഡ് മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ക്യാൻവാസിൽ എനിക്കിഷ്ടമുള്ള നെക്കിൻ്റെ ഷേപ്പ് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നെക്കിൻ്റെ ഷേപ്പ് ഇതുപോലെ ക്യാൻവാസിൽ കട്ട് ചെയ്തെടുക്കാം. ഇനി ഞാൻ ചെയ്യാൻ പോണത് ഈ ഒരു ക്യാൻവാസിൽ കുറച്ച് ഷൈനിങ് ഉള്ള ഭാഗമുണ്ടല്ലോ, അത് ഈ ഒരു പ്രിൻറ്റഡ് മെറ്റീരിയലിൽ ഒന്ന് അയൺ ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ അയൺ ചെയ്ത് കൊടുക്കാനായിട്ട് ഞാൻ ഈ ഒരു തുണിയുടെ റോങ് സൈഡ് എടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് ഈ ഒരു ക്യാൻവാസിൻ്റെ കുറച്ച് ഷൈനിങ് ഉള്ള ഭാഗം നമ്മളിങ്ങനെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് പറ്റും, കുറച്ച് തിളക്കം പോലെ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു ഷൈനിങ് ഉള്ള ഭാഗം ഈ ഒരു റോങ് സൈഡിനോട് ചേർത്ത് വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് അയൺ ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ കാണിക്കാം. അങ്ങനെ ഭംഗിയായിട്ട് നമ്മളിത് ക്യാൻവാസ് ഇതിൽ അയൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഈ ഒരു ഷേപ്പിനോട് ചേർന്നിട്ട് കറക്റ്റ് ഈ ഒരു ഷേപ്പിനോട് ചേർന്നിട്ടൊന്ന് സ്റ്റിച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അറ്റം വരെ ഈ ഒരു ഷേപ്പിനോട് ചേർന്നിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇനി അടുത്ത് അതാണ് ചെയ്യാൻ പോണേ. അതിനു മുമ്പായിട്ട് ഈ ഒരു മുകൾ ഭാഗം ഞാൻ ഒന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് ടൈം എടുത്തത് സ്റ്റിച്ച് ചെയ്താൽ മതി കേട്ടോ. ക്യാൻവാസിനോട് തൊട്ട് ചേർന്ന് അതേ ഷേപ്പിൽ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് പോവാം. പിന്നെ ഇതുപോലെ ക്യാൻവാസിൽ നെക്ക് ഡിസൈൻസ് കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് വളരെ സിമ്പിളായിട്ട് കട്ട് ചെയ്യുന്ന ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫ്രഞ്ച് കർവൊക്കെ വെച്ചിട്ട് നമുക്കിത് സിമ്പിളായിട്ട് കട്ട് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ക്യാൻവാസിൽ നെക്ക് ഡിസൈൻസ് കട്ട് ചെയ്ത് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വേണ്ടവർക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം. ഞാൻ സ്ക്രീനിൽ വാട്സപ്പ് നമ്പർ കൊടുത്തേക്കാം കേട്ടോ. അങ്ങനെ ഭംഗിയായിട്ട് ഈ ഒരു നെക്കിൻ്റെ ഷേപ്പിൽ കൂടെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ബാക്ക് പോർഷനിലേക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സ്റ്റിച്ച് പോയേക്കുന്നത് ആ ഒരു കറക്റ്റ് ഷേപ്പ് കാണാനായിട്ട് പറ്റൂ കേട്ടോ. ഞാനപ്പോൾ ഡാർക്ക് കളർ നൂലിട്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്തത്. അപ്പോൾ എനിക്ക് ആ കറക്റ്റ് ആ ഒരു ഷേപ്പ് തെളിഞ്ഞ് കാണാനായിട്ട് പറ്റും. ഇനി അടുത്തതായിട്ട് സെയിം അതേപോലത്തെ ഒരു മെറ്റീരിയൽ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ നല്ല വശം. അതിൻ്റെ മുകൾ ഭാഗത്തേക്കായിട്ട് നമ്മളിപ്പോൾ ചെയ്ത് വെച്ച ഈ ഒരു ക്ലോത്ത് ചേർത്ത് വെക്കുകയാണ്. അപ്പോൾ രണ്ടിൻ്റെയും നല്ല വശം ചേർന്ന് വരുന്ന പോലെയാണ് കേട്ടോ വെച്ച് കൊടുത്തിരിക്കണേ. ഇതുപോലെ കറക്റ്റ് ചേർത്ത് വെച്ചതിന് ശേഷം ഈ ഒരു അരികത്തേക്കട കറക്റ്റായിട്ട് ഇതേ ഷേപ്പിൽ കൂടെ തന്നെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് പോവുകയാണ് കേട്ടോ. കറക്റ്റ് ഇതേ ഷേപ്പിൽ കൂടെ തന്നെ ചുറ്റിനും സ്റ്റിച്ച് ചെയ്ത് പോവുക. അപ്പോൾ പയ്യെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി, സമയമെടുത്ത് പയ്യെ ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ അറ്റം വരെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കാണിക്കാം. നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ടൈം എടുത്ത് പയ്യെ സ്റ്റിച്ച് ചെയ്താൽ മതി കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ക്യാൻവാസിൽ നെക്ക് ചെയ്ത് കൊടുക്കുന്ന കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ അത് മിനിമം 30 നെക്ക് ഡിസൈൻസ് ആണ് പറയണേ. 30 നെക്ക് ഡിസൈൻസിന് 290 രൂപയും പിന്നെ ഡെലിവറി ചാർജുമാണ് കേട്ടോ വരണേ. അപ്പോൾ ഈ ഒരു ചാർജ് വരുന്നത് നെക്കിൻ്റെ വീതി 4 ഇഞ്ചും അതുപോലെ തന്നെ ഇറക്കം 6 ഇഞ്ചും വരുമ്പോഴാണ്. സാധാ നെക്ക് ഡിസൈനിനാണ് കേട്ടോ ഈ ഒരു ചാർജ്. ഇനി നെക്കിൻ്റെ വീതിയും ഇറക്കവും കൂടുമ്പോൾ അതുപോലെ ചെറിയൊരു റേറ്റിന് ഡിഫറൻസ് വരും. അതുപോലെ തന്നെ ഇതുപോലത്തെ പാറ്റേണൊക്കെ ചെയ്യുമ്പോൾ ക്യാൻവാസ് കുറച്ചധികം വേണ്ടി വരും. അപ്പോൾ അതിന് ചെറിയതായിട്ട് ഒരു ഡിഫറൻസ് റേറ്റിൽ വരും. ബാക്കിയുള്ള സിമ്പിൾ പാറ്റേൺസിനൊക്കെ ഇതേ റേറ്റ് തന്നെയാണ് കേട്ടോ വരുന്നത്. 30 അതിൽ കൂടുതലോ നിങ്ങൾക്ക് എടുക്കാം. മിനിമം പറയുന്നത് 30 ആണ്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ. ഇനി അടുത്തതായിട്ട് നമ്മൾ ഈ ഒരു നെക്കിന് ചുറ്റും എക്സ്ട്രാ നിൽക്കുന്ന തുണി ഇതേ ഷേപ്പിന് തന്നെ കുറച്ച് ഗ്യാപ്പ് ഇട്ട് കട്ട് ചെയ്ത് കളയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എക്സ്ട്രാ നിൽക്കുന്ന ക്ലോത്ത് കുറച്ച് ഗ്യാപ്പ് ഇട്ട് കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി നമുക്ക് ചെറിയ ചെറിയ കട്ടിട്ട് കൊടുക്കാം കേട്ടോ. ഈ ഒരു ഷേപ്പിന് ചുറ്റും സ്റ്റിച്ചിൽ കൊള്ളാണ്ട് വേണം കട്ടിട്ട് കൊടുക്കാനായിട്ട്.
അങ്ങനെ നമ്മൾ ഇതിന് ചുറ്റും ചെറിയ ചെറിയ കട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, സ്റ്റിച്ചിൽ കൊള്ളാണ്ട് വേണം കട്ടിട്ട് കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് നോക്കുക, ഇതുപോലെ ആയിരിക്കും കിടക്കുന്നുണ്ടാവുക കേട്ടോ. ഇതുപോലെ ഉള്ളിൽ ഹോൾ ഉണ്ടാവും. നമുക്ക് അതിനെ ഈ ഒരു ക്യാൻവാസ് ഉള്ളിൽ പോകുന്ന രീതിയിൽ നമുക്കൊന്ന് മറച്ചിട്ട് കൊടുക്കാം കേട്ടോ. എന്തെങ്കിലും ഷാർപ്പായിട്ടുള്ള ഒബ്ജക്റ്റ് വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഷേപ്പൊക്കെ ഭംഗിയായിട്ട് കിട്ടുന്ന പോലെ ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഭംഗിയായിട്ട് നമ്മളിത് മറിച്ചെടുത്തിട്ടുണ്ട്. നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടി കേട്ടോ. ഇനി അടുത്തതായിട്ട് നമുക്കിത് നെക്ക് അറ്റാച്ച് ചെയ്യാനായിട്ടുള്ള തുണി എടുക്കാം. അപ്പോൾ നെക്കിൻ്റെ പീസ് അറ്റാച്ച് ചെയ്യാനായിട്ട് ഞാനിവിടെ തുണി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ തുണിയുടെ റോങ് സൈഡാണ്. ഈ ഒരു തുണിയുടെ സെൻറ്റർ കണ്ടിട്ട് ഞാൻ ഇതുപോലെ ഒരു നോച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു നെക്കിൻ്റെ പാറ്റേൺ എടുത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ അതേ കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെയും സെൻറ്റർ കണ്ടിട്ട് ഞാനൊരു നോച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ രണ്ടിൻ്റെയും സെൻറ്റർ നമുക്ക് ഇതുപോലെ ചേർത്ത് വയ്ക്കാം. റോങ് സൈഡിലാണ് കേട്ടോ നമ്മളിപ്പോൾ ചെയ്യണേ. ഇനി അടുത്തതായിട്ട് കറക്റ്റ് നമുക്ക് ഇതേ ഡിസൈനിൽ കൂടെ തന്നെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് പോവാം കേട്ടോ. നമ്മൾ ആദ്യമേ തന്നെ ഒരു സ്റ്റിച്ച് വെറുതെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്കിത് കാണാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതേ ഷേപ്പിൽ കൂടെ തന്നെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് പോവാം കേട്ടോ. ഈ ഒരു ക്യാൻവാസ് വെച്ചിട്ട് നമുക്ക് ഭംഗിയായിട്ട് ചുരിദാറിൻ്റെയൊക്കെ നെക്ക് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ നൈറ്റിയുടെ ആയാലും നമുക്ക് ചെയ്യാം കേട്ടോ. നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് വളരെ സിമ്പിളായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചുരിദാർ കട്ട് ചെയ്യുന്നതും സ്റ്റിച്ച് ചെയ്യുന്നതും ഡീറ്റെയിൽഡായിട്ട് വീഡിയോ ഉണ്ട്. അപ്പോൾ അത് കണ്ടു നോക്കുക കേട്ടോ. അങ്ങനെ ഭംഗിയായിട്ട് നമ്മൾ ആദ്യം കൊടുത്ത സ്റ്റിച്ചിൻ്റെ മുകളിൽ കൂടെ തന്നെ കറക്റ്റായിട്ട് അതേ ഷേപ്പിന് തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സാധാരണ നെക്കൊക്കെ ചെയ്യുന്ന പോലെ കുറച്ച് ഗ്യാപ്പ് ഇട്ട് ഇതേ ഷേപ്പിന് തന്നെ അങ്ങ് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് ഗ്യാപ്പ് ഇട്ട് അതേ ഷേപ്പിന് തന്നെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കുഞ്ഞു കുഞ്ഞു കട്ടുകൾ ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിന് ചുറ്റും. അങ്ങനെ ഭംഗിയായിട്ട് ഈ ഒരു നെക്കിന് ചുറ്റും കുഞ്ഞു കുഞ്ഞു കട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു നെക്ക് ഡിസൈൻ നല്ല വശത്തേക്ക് മറിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ ഭംഗിയായിട്ട് ഇത് നല്ല വശത്തേക്ക് നമ്മൾ മറിച്ചെടുത്തിട്ടുണ്ട്. നല്ല നീറ്റായിട്ട് നമുക്ക് ഈ ഒരു മുകളിലെ പാറ്റേണും അതുപോലെ തന്നെ അടിവശത്തേക്കുള്ളതും കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഈ ഒരു മുകളിൽ കൂടെ ഒന്ന് പതിച്ചടിച്ച് കൊടുക്കുക. അതുപോലെ തന്നെ ഈ ഒരു അരികത്തേക്കൂടെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ കാണിക്കുന്നില്ല, നിങ്ങൾ ചെയ്താൽ മതി. പിന്നെ ഇതിനു വേണ്ടി മെറ്റീരിയൽ ചൂസ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, പാറ്റേൺസ് അടുത്തടുത്ത് വരുന്ന രീതിയിലുള്ള ചൂസ് ചെയ്താൽ കുറച്ചും കൂടിയും ഭംഗിയുണ്ടാവും. ഇതിപ്പോൾ ഞാനിവിടെ എടുത്ത തുണിയിൽ ഇവിടെ കുറേ ഗ്യാപ്പ് വന്നിരിക്കുകയാണ്. ഇവിടെ പാറ്റേൺ ഉള്ളപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇങ്ങനെ അടുപ്പിച്ച് പാറ്റേൺ വരുന്ന മെറ്റീരിയൽ എടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടിയും ഭംഗിയുണ്ടാവും കേട്ടോ. അത് നമ്മൾ ചൂസ് ചെയ്യുന്ന പാറ്റേണിനനുസരിച്ച് എടുത്തോളൂ.